രേണു, നമ്മുടെ കിച്ചു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഋതപ്പിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പോയി. രേണു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും അന്ന് നടന്നത്? എന്നെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. അമ്മ ഞാൻ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവണം, നമ്പർ സേവ് ഇടല്ല. കിച്ചുവിന്റെ നമ്പർ സേവ്ഡ് അല്ലേ? കിച്ചുവിൻ്റെ നമ്പർ പോലും സേവ് ചെയ്ത് വെക്കാത്ത ഈ അമ്മയാണോ പാവപ്പെട്ട പിള്ളേരെ നോക്കാനായിട്ട് അഭിനയിക്കാനും കലാരംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ച് അവിടുന്ന് പരിണമിച്ച് വേറെ പല രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചത്? ഇല്ല, പിള്ളേരെ നോക്കാനായിട്ട് വിധവയ സ്ത്രീ ഇറങ്ങിയെന്നല്ലേ രേണുവിൻ്റെ ടാഗ് ലൈൻ? എന്നിട്ട് സ്വന്തം മകൻ്റെ അല്ല, സുധിച്ചേട്ടൻ്റെ മകൻ്റെ നമ്പർ പോലും രേണുവിന് സേവ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. വാട്സപ്പിൽ സേവ് എന്ന് പറയുന്നുള്ളത് കേൾക്കാം. എന്താ വെച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോയിക്കോട്ടെ. ഞാൻ പോയിക്കൊണ്ട് എൻ്റെ അനിയനെ കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അമ്മ എപ്പോഴും. കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു അത് വീഡിയോയിൽ വന്നിട്ട് പറയും, ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു, അപ്പം അമ്മ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു എന്ന്. പിന്നെ രേണുവിന് നെഗറ്റീവ് ആകാൻ വേറെ ഒന്നുമില്ല. രേണുവിൻ്റെ കഥ ഹുവ ആയേനെ അതോടുകൂടി. അതുകൊണ്ട് രേണു കാലത്തിന് മുമ്പേ സഞ്ചരിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഞാനിവിടെ ഒരു പ്രമോഷൻ വരാം, ഉച്ചകഴിഞ്ഞ് വരാം. ഓക്കെ അമ്മ. പപ്പായോട് ചോദിച്ചപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല, അപ്പനോട്. അപ്പം പറഞ്ഞു ഞാൻ പപ്പായെ വിളിച്ചോളാം. അപ്പം അവനെ വിട്ടു. ശരി, അങ്ങനെ അവൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരാം. അതാണ് പപ്പ ആദ്യം മടിച്ചത്. പപ്പായെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. പപ്പ ആദ്യം പറഞ്ഞു കൊണ്ടുപോലൊന്നും പറ്റത്തില്ല, ഇറങ്ങിപ്പെടാ എന്ന് പറഞ്ഞു. അപ്പോൾ വിളിപ്പിക്കണമല്ലോ, വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അവൻ എന്നെ കൊണ്ടുവരാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞ് അമ്മയെ വിളിച്ച് ചോദിക്കാൻ. അപ്പോൾ അവൻ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞ് പപ്പ അവനെ വിട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവനെയും കൂടെ പപ്പ വിട്ട്. മനസ്സിലായോ? അതാ സംഭവം. രേണുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ രേണു അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഫോൺ എടുക്കുന്ന ആലോ എന്നെ വിളിച്ചു, അമ്മ തന്നെ എന്നെ വിളിച്ചു, അമ്മ കൊണ്ടുപോകാം. ശരി, അമ്മ എന്ന് തന്നെ വിളിച്ചത്, കുഴപ്പമില്ല. ഇതിനകത്തെ ഈ നമ്മൾ പ്രധാനമായിട്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, എൻ്റെ നാക്കിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കിണാപ്പ് ഇത്രയും അടുത്തടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശ്വാസം വിടുന്ന ശബ്ദം ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ എൻ്റെ അക്ഷരങ്ങളിൽ ചില സ്ഫുടതയില്ലായ്മ തോന്നും. നല്ലവരായ പ്രേക്ഷകർ അത് ക്ഷമിക്കുക. എൻ്റെ ശ്വാസം എടുക്കുന്ന സൗണ്ടൊക്കെ നമ്മുടെ മൈക്കൂട്ടം നല്ല സൂപ്പറായിട്ട് പിടിക്കും. അപ്പോൾ അതൊക്കെ നല്ലവരായ പ്രേക്ഷകർ ക്ഷമിക്കുക. ഇനി അതുപോലത്തെ ഒരു സംഭവം, വേറൊരു സംഭവമില്ല, രേണുവിൻ്റെ അപരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപരെ കാണുന്നതിന് മുമ്പേ നമ്മളെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് മെജോറിറ്റി നമ്മളെ കാണുന്നത്. 95% ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. ഈ കമൻറ്റ് ഇടുന്നവരെ നമുക്ക് ഫ്യൂച്ചറിൽ ഓർമ്മ കാണും. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് വെച്ചേക്കുക. നമുക്കിനി രേണുവിൻ്റെ അപരെ കാണാം. രേണു ഇപ്പോൾ അപരെ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരന്മാരുണ്ടെങ്കിൽ ഈ കുറേ ഒക്കെ ഒഴിവായി പോകുമല്ലോ. മറ്റേ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോഴത്തേനും അപരനെ നിർത്തിയിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നല്ലേ, നമുക്ക് അപരെ തപ്പിയെടുത്തിട്ടുണ്ട്. നമുക്ക് അപരെ കാണാം. അയ്യോ, രേണുസുതി അല്ലല്ലോ, രേണുസുദിനെ പോലെ തോന്നിയ. എന്റെ പേര് അറിയാ. ഇവരെ കണ്ടിട്ട് എവിടെ നിന്നാണ് രേണുസുദീനെ പോലെ തോന്നിയത്? എനിക്ക് എൻ്റെ മാത്രം പ്രശ്നമാണോ? രേണുസുദീനെ പോലെ തോന്നിയത് നിങ്ങൾക്ക് ഇവരെ കണ്ടിട്ട്? എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഒരാളെ കൊണ്ട് തന്നെ മനുഷ്യൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇനി അപര. ഒരു മനുഷ്യനെ പോലെ ലോകത്തിൽ 7 പേരുണ്ടെന്നാണ് പണ്ടുള്ള പൂർവികന്മാരായ അപ്പൂപ്പന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് രേണുവിൻ്റെ കട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും രേണുവിൻ്റെ കട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടോ. ചില ആൾക്കാർ പറയാറുണ്ട്. കസിനൊന്നുമല്ല. രേണുസുതിയുടെ കട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. രേണുസുതിയുടെ സ്വഭാവം കയറി വരാതിരുന്നത്. കട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം. പക്ഷേ സ്വഭാവം വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയാ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇനി നമുക്ക് രേണുവിൻ്റെ ഇപ്പോഴത്തെ വിഷയങ്ങളിലേക്ക് വരാം. രേണുവിൻ്റെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് കിച്ചുവായിട്ടുള്ള പ്രശ്നം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം രേണു കുറേ നാൾ കൊണ്ട് ഭയങ്കര സെറ്റപ്പായിരുന്നു. നമ്മളെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. രേണുസുതി ഫയറാടാ, രേണുസുതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, 3 ലക്ഷം രൂപ ഞാൻ സമ്പാദിക്കാൻ തുടങ്ങി എന്നുള്ള സാധനങ്ങളും രേണുവിനെ ആരെങ്കിലും ഒപ്പോസ് ചെയ്ത് പറഞ്ഞാൽ ഉടനെ അതിനെ എതിർത്തുകൊണ്ട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനൊക്കെ ഇപ്പോൾ ഒരു ശമനം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി. നമുക്ക് ബാക്കിയാണ്. ആരാധകരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ മൂന്നാറിൽ അല്ലെങ്കിൽ വിവാദമാകുന്നു. രേണു പറയുന്നുണ്ടെന്ന് വെച്ചാൽ രേണുവിന് കൊച്ചു പിള്ളേർ ആരാധകരായിട്ടുണ്ടെന്ന്.
ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അതിഭീകരമായിട്ടുള്ള ഒരു സൂര്യ ഫാനാണ്, ഞാൻ അതിഭീകരമായിട്ടുള്ള ഒരു യുവരാജ് ഫാനാണ്. അപ്പോൾ ഈ നമുക്ക് സൂര്യ പോലെ അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേനും യുവരാജ് ഡൈവ് ചെയ്യുന്നില്ല, നമ്മളെടുത്ത് ഡൈവ് ചെയ്ത് തലകുത്തി വീഴുക, യുവരാജ് ബാറ്റ് ചെയ്യുന്നില്ല, ബാറ്റ് ചെയ്ത് ചള്ളക്ക് ബോൾ കൊണ്ട് എറി മേടിക്കുക, ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഒരാളോട് അമിതമായ ആരാധന തോന്നിക്കഴിഞ്ഞാൽ അയാളെ കാണാനോ അയാളെ ഇമിറ്റേറ്റ് ചെയ്യാനോ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. ആ സാധനമാണ് നമ്മളെ കൊണ്ടു ചെന്ന് ഇവർ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ രേണുവിനെ 18 വയസ്സിന് താഴെയുള്ളതോ 18 വയസ്സായതോ ഉള്ള സ്ത്രീജനങ്ങൾ, പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി സ്വല്പകുൽപ്പമൊക്കെ കാണിച്ച് സമ്പാദിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതേപോലെ നാളെ നമുക്കും തുടങ്ങാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സെറ്റപ്പ് ആകും എന്നുള്ളത് നിങ്ങൾ പറ്റുന്നവരൊക്കെ ചിന്തിച്ചു നോക്കിയാൽ. സോ രേണുവിന് ഒത്തിരി ചെറുപ്പക്കാർ ആരാധകരുണ്ട്. നാളെ ഇവരൊന്നും ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ, ഓക്കെ, എന്നെ സംബന്ധിച്ച് അവർ കൊച്ചു പിള്ളേരല്ലേ. 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ ഇപ്പോൾ മീഡിയസിനെയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അവന്മാരുടെ നിവാസ ചോദ്യങ്ങളൊന്നുമില്ല, വളരെ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ, മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഉത്തരങ്ങൾ, കോൺട്രവേഴ്സികളിലൊന്നും പെടാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന രേണുവിനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചീറിപ്പാഞ്ഞു വരുന്ന ചോദ്യങ്ങളെ പോലും തട്ടിത്തടഞ്ഞു നിർത്തിയിട്ട് അതിനെയെല്ലാം പോസിറ്റീവാക്കുന്ന രേണു. അപ്പം ജോസപ്പേ, കുട്ടിക്ക് ഇങ്ങനെ പറയാനും ആണിയാ. എനിക്ക് 34 വയസ്സില്ല, അതുകൊണ്ട് പറഞ്ഞത് 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ, അങ്ങനെ തന്നെ പറയുന്നു. 18 വയസ്സ് എത്ര വയസ്സ് വരെ വരും? 18 വയസ്സുള്ള മേലിലുള്ള കൊച്ചു പിള്ളേർ എന്ന് പറയുമ്പോൾ ഒരു 31 വയസ്സ് വരെ ഉള്ള കൊച്ചു പിള്ളേർ. ഓക്കെ, മുകളിലുള്ള കൊച്ചു പിള്ളേരൊക്കെ എൻ്റെ 18 വയസ്സിന് താഴെയുള്ളവരെന്തെങ്കിലും ഇഷ്ടപ്പെടാൻ പാടില്ല. ഇഷ്ടപ്പെടുന്ന വാവകളല്ലേ. ഡേ ഒരു തരത്തിൽ പറഞ്ഞ് ഒപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരി ആസനത്തിൽ ഊതുന്ന പോലെ, അല്ല അടുപ്പിൽ ഊതുന്ന പോലെ ആസനത്തിൽ ഊതില്ല കേട്ടോ. ഒരു തരത്തിലാണ് പറഞ്ഞ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വിവാദത്തിലാതെ. കൂടുതലുള്ളൊരുത്തൻ ഇത് വിവാദമാകും 18 വയസ്സുള്ള മേളിലുള്ള പിള്ളേരില്ലെന്ന് ചോദിച്ചൊരു വിധത്തിൽ രേണു രണ്ടറ്റവും കൂട്ടി മുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ കത്തറ് കയറ്റി നാടൻ മുറിക്കുന്നത്. എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് വിവാദത്തിൽ പെടാതെ പോട്ടറേ. ഇത്രയും നാൾ വിവാദത്തിൽ പെടണം എന്നായിരുന്നു. ഇപ്പം പെടണ്ടെന്ന് നിൽക്കുമ്പോൾ നീ പിടിച്ച് പെടുത്തുമല്ലോ, നീ കൊള്ളാലോ. നീ കുഞ്ഞു വാവകളില്ല, നമുക്ക് ഇഷ്ടമാണ്. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. മൂന്നാറിൽ വെച്ചിട്ട് കുറേ ആരാധകർ ഉണ്ടായിരുന്നു. ആരാധകരെന്ന് ഞാൻ പറയാറില്ല, എന്നെ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ പറയാറുള്ളൂ. ഞാൻ മൂന്നാറിൽ നിന്നപ്പോൾ ഒരുപാട് ആരാധകർ എന്നെ വന്ന് കണ്ടു, സെൽഫി എടുത്തു, കെട്ടിപ്പിടിച്ചു, ചുംബനങ്ങളിൽ ഒരുപാട് ആരാധകർ. ഞാൻ ആരാധകർ എന്ന് പറയാറില്ല കേട്ടോ, എൻ്റെ സുഹൃത്തുക്കൾ ആരാധകർ എന്ന് അറിയാതെ പറഞ്ഞു പോയി. ഞാൻ പൊതുവെ അങ്ങനെ പബ്ലിക്കിൽ പറയാറില്ല, പ്രൈവറ്റിൽ പറയാൻ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ എന്നല്ലേ പറയത്തുള്ളൂ. എൻ്റെ കുറേ ആരാധകർ വന്നിരുന്നു. ആരാധകരല്ല കേട്ടോ, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഞാൻ അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിനെ കുട്ടന്മാർ എന്ന് വിളിക്കുന്ന പോലെ തന്നെ ആരാധകരെ അങ്ങനെയാണ് രേണു വിളിക്കുന്നത്. മൊത്തത്തിൽ എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എന്തോ എന്താ ഇഷ്ടം? അല്ല, ആർക്കാർക്ക് ഇഷ്ടമാണ്? എന്താ ഇഷ്ടം? ഇല്ല, കുറച്ച് പേര് കാല ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്നും പറയുന്നില്ല, എനിക്കകത്തൊന്നും വയ്യ. ഇപ്പം നിങ്ങളിങ്ങനെ അടുത്തിരിക്കും. ഇപ്പം പല്ലിന്ന് മാറി കേട്ടോ, പരിണമിച്ച് ഓന്തായി. ഇപ്പൊ ഓന്താന്നാ പറയുന്നത്. ഇവല്യൂഷൻ, അതായത് പരിണാമ സിദ്ധാന്തം. ഒരു മൃഗത്തിൽ നിന്നും കാലാകാലങ്ങളായി മാറ്റം വന്ന ആ മൃഗം അല്ലെങ്കിൽ ആ ഒരു ജീവജാലം മറ്റൊരു തരത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതിനെയാണ് നമ്മൾ ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ പല്ലി നിലച്ചുകൊണ്ടിരുന്നത്, പല്ലി പരിണമിച്ച് ഇപ്പോൾ ഓന്തായി മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഇത് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അത് മാറ്റി പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഓന്തെന്ന് പറയുന്നത് ഈ ചടപട നിറം മാറുന്ന വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലാതെ രൂപം വെച്ചിട്ടല്ല. പല്ലി എന്നുള്ളത് രൂപം വെച്ചിട്ട് ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്, അത് തെറ്റായ ഒരു പ്രവണതയാണ്. ഓന്ത് പക്ഷേ അങ്ങനെയല്ല, ഓന്ത് നിങ്ങളുടെ നിറം മാറൽ വെച്ചിട്ടാണ് പറയുന്നത്, മനസ്സിലായോ? ഇപ്പോൾ ഒന്ന് പറയും, നാളെ അത് മാറ്റി പറയും, പിന്നെ അത് ഓർമ്മയില്ലെന്ന് പറയും, പിന്നെ അത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയും, പിന്നെ ഞാൻ വേറെ പറഞ്ഞു എന്ന് പറയും, പിന്നെ അവനോട് പറഞ്ഞു എന്ന് പറയും, പിന്നെ ഇവനെ അത് പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ടാണ് ഓന്തെന്ന് വിളിക്കുന്നതെന്ന ഓന്ത്. അരണയല്ല ഓന്ത്, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? പണ്ടേ പറയുമല്ലോ ഓന്തെന്ന് പറയും, ഇപ്പോഴൊന്നും കൂടെ പറയുന്നത്. ഇപ്പൊ നിക്കറിടാറില്ല അങ്ങനെ. നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന സാധനം, രേണുവിൻ്റെ നിക്കർ വരെ അവന്മാർ അളക്കുന്നുണ്ട്. അത്രയ്ക്ക് അടുപ്പമുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ. രേണു ഇപ്പോൾ നിക്കർ ഇടാറില്ലേ? മനസ്സിലായോ? നിക്കർ എന്ന് പറഞ്ഞാൽ മറ്റേ നിക്കർ വിധവ എന്നുള്ള പേരുണ്ടല്ലോ, അത് വെച്ചിട്ട് ചോദിക്കുന്നത്. പക്ഷേ ചോദിക്കുമ്പോൾ അതിനൊരു ഭവ്യത, അതിനൊരു ലളിതത, ലാളിത്യം ഇതൊക്കെ വരണം. ചുമ്മാ രേണു ഇപ്പം നിക്കറൊന്നും ഇടാറില്ലല്ലേ, എന്തൊരു ചോദ്യമാണ് അത്, ദ്വയാർത്ഥം. പക്ഷെ രേണു ഹാൻഡിൽ ചെയ്ത് കേട്ടോ. രേണു ഇപ്പോൾ ഒത്തിരി മെച്ചുവേർഡായി. രേണു ഇനി വേറെ ലെവലാണ്, കണ്ടോണം. പേരിലായിരുന്നു അല്ല, നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ? അതൊന്നും പ്രശ്നമല്ലല്ലോ. എന്താ പ്രശ്നം? ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. നിങ്ങൾക്കറിയാലോ കമന്റ് എന്തൊക്കെയാ വിളിക്കുന്നത്, എന്തൊക്കെ
ഇതൊക്കെ വിളിക്കുന്നില്ല, എനിക്കിഷ്ടം അതൊക്കെ കേൾക്കും. ആരാ കൊച്ചിനെ എന്നൊക്കെ വിളിക്കുന്നേ? അങ്ങനെയൊന്നും വിളിക്കില്ലേ. നിക്കർ എന്ന് വിളിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. ഓന്ത്, അരണ, പല്ലി, കുറുനരി എന്നൊക്കെ വിളിക്കുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വിളിച്ചോ. അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല കേട്ടോ. അത് ഭയങ്കര മോശമാണ്. അത് മോശമാണ്. അത് ശരിയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിളിക്കാൻ പറ്റുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് വിളിക്കാം. നടക്കത്തില്ല. ഇത്രോ ഇല്ല, മറ്റേ ചോദ്യത്തിന് ഇത്രോ. രേണു പിന്നെ സബ്സ്ക്രൈബ് അത്തരത്തിലൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചേ. അതിനെ രേണു പറഞ്ഞ അത്തരത്തിലുള്ള ചോദ്യമൊന്നും വേണ്ട, അതിനൊന്നും ഉത്തരവില്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇത്രയും നാൾ അത്തരത്തിലുള്ള ഉത്തരം നൽകിയോണ്ടാണ് ഇന്ന് ഇപ്പോൾ കയറി ഉത്തരത്തിൽ ഇരിക്കുന്നത്. ഇനി ഉത്തരത്തിലിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത്തരത്തിലെ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ പറയാതിരുന്നാൽ മതി. രേണു ഇപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ഇത്തരം ഉത്തരങ്ങൾ, അത്തരം ചോദ്യങ്ങളെ രേണു ഇനിയും ചോദിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ മാറ്റിയിട്ട് രേണുവിനോട് ചോദിച്ചാൽ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം കേൾക്കാം. രേണു പിന്നെ സബ്സ്ക്രിപ്ഷൻ എത്രയായി? എന്താണ് അവസ്ഥ? പേയ്മെന്റ് അക്കൗണ്ടിലോ? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. പറഞ്ഞിട്ട് പോ. എന്തുവാ അത്? ഇങ്ങനൊന്നും അല്ല. ഇത്ര നാൾ ചോദിക്കുമ്പോഴത്തേനും ലവ്മാരി പ്രൊമോഷൻ ചെയ്യട്ടെ, സബ്സ്ക്രൈബേഴ്സ് കുത്തന് വീരട്ടെ, ലക്ഷങ്ങൾ സമ്പാദിക്കട്ടെ, പാവപ്പെട്ടവൾ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഇപ്പോൾ പറയാൻ പറ്റൂല, ഉത്തരവില്ലെന്നൊക്കെ പറയാം. അത് എന്തൊരു പരിപാടി അത്? ഇത് ഇങ്ങനല്ല. ഞങ്ങളുടെ രേണു ഇങ്ങനല്ല. ഞങ്ങളുടെ രേണു ഇതല്ല. ഇത് വേറെ ആരോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇനി ഞാൻ മറ്റേതായിരുന്നു ഒറിജിനൽ. എനിക്ക് ഉള്ളായിരുന്നൊരു ഫേസ്ബുക്ക് പേജ് ഇല്ലേ, അത് ഹാക്ക് ചെയ്ത് അടിച്ച് തകർത്തോണ്ടിരിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. ഫേസ്ബുക്ക് പേജ് പോയോ? എപ്പോഴേ? ഫേസ്ബുക്ക് പേജ് പോയി എന്നുള്ളത് രണ്ട് പേരാണ് ഏറ്റവും അവസാനം അറിഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് അറിഞ്ഞത് ഇപ്പം ഈ ചോദിച്ചാൽ ഫേസ്ബുക്ക് പേജ് പോയോ എന്ന്. സെക്കൻഡ് ലാസ്റ്റായിട്ട് അറിഞ്ഞത് ഈ രേണു ഇത് അറിഞ്ഞതിന് ശേഷമാണ് അവൻ അറിഞ്ഞത്. വേറെ ആർക്കും രേണുവിൻ്റെ ഫേസ്ബുക്ക് പേജ് പോയെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് രേണു തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണെന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയാൻ പാടില്ല. ഏതായാലും അതൊക്കെ തിരിച്ചു വിട്ടേ പാവും. ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. രേണുവിന് എന്തോ ആൾമാറാട്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാനെന്നൊരു വാക്ക് ഞങ്ങളുടെ രേണു മിണ്ടൂല. ഞങ്ങളുടെ രേണു ഈ രേണു സുധി ആരും രേണുവിനെ പഠിപ്പിച്ചിട്ടില്ല. രേണു സുധിക്ക് തോന്നുന്നത് രേണു സുധി ഇങ്ങനെ രേണു പറയത്തുള്ളൂ. ഞാൻ എന്നൊക്കെ പറയും. ഇതാരിത്? ഇത് ഞങ്ങളുടെ രേണു ഇതല്ല. ഈ രേണുവിന് ഇത് എന്ത് പറ്റി? നിങ്ങൾ പറ. രേണു അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞാലും ഈ രേണു സുധിയെ തകർക്കാൻ പറ്റത്തില്ല. രേണു സുധി മറ്റാരും പറയുന്നത് കേൾക്കാറില്ല. രേണു സുധിക്ക് രേണു സുധിയുടേതായിട്ടുള്ള ഇത് തെറ്റുന്ന നാക്ക് വയ്യാത്തോണ്ട് കേട്ടോ. രേണു സുധിയുടേതായിട്ടുള്ള അതുകൊണ്ടടാ ഇതുകൊണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പം ഞാൻ എന്നൊരു ഇവല്യൂഷൻ സിദ്ധാന്തത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് രേണു. എനിക്ക് ആരും ക്ലാസ് എടുക്കാനോ എനിക്ക് ആരും ഇല്ല. ക്ലാസ്സിൽ വേദത്തില്ല. 6ാം ക്ലാസ്സിന് എഴുതില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ബോധവും വിവേകവും പൊക്കണമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്ന ബോധമില്ലായ്മ പുള്ളിക്കാരി സമ്പൂർണ്ണ ബോധത്തോടെ കാണിച്ചതാണെന്നാണ് ഇവിടെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരി കോൺട്രവേഴ്സി എങ്ങനെയെങ്കിലും ഒന്ന് ഊരിപ്പോയാൽ മതി എന്നാൽ മര്യാദയ്ക്ക് നിന്ന് ഷഫീന ബീവിയുടെ നെഞ്ചത്തോട്ട് കയറി. നമ്മൾ പണ്ട് പഴഞ്ചൊല്ലി പറയുമല്ലോ, ഒരു ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ മറ്റേ ശ്രീനിവാസൻ ജഗദീഷും മുകേഷും ഒക്കെ പറഞ്ഞോണ്ടേ. അപ്പോൾ ആന കുത്താൻ വന്ന് കഴിഞ്ഞാൽ നെഞ്ചും പിരിച്ച് നിന്ന് ആന കുത്തിപ്പൊളന്നെടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് പോകും. അതാണിപ്പോൾ സംഭവിച്ചത്. ആന കുത്താൻ വരുമ്പോൾ വിവരമുള്ളവരാണ് തിരിച്ചു ഓടണം, ഇല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കണം. നെഞ്ചും പിരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഷഫീനയുടെ ബീവിയുടെ മുമ്പിലോട്ട് നെഞ്ചും പിരിച്ച് കയറിയിരുന്നു. അവർ കുത്തിപ്പെറുക്കി അയ്യത്ത് കളഞ്ഞിട്ട് അവരങ്ങ് പോയി. സമാധാനമായല്ലോ. വെളുപ്പിക്കാനായിട്ട് 3-4 ടീംസിന് ഇറങ്ങി. അതും കൂടെ ഒന്നും പൊടി പോലും കാണുന്നില്ല. ഭൂതക്കണ്ണടി ഇട്ട് നോക്കിയപ്പോഴും കാണാത്ത പോലെ അതുങ്ങൾ പോയി. ബീവിന്റെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞോ? രേണു അകത്താക്കുമെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. നോ കമന്റ്സ്. ആരിത് പറയുന്നത്? രേണുവാണ് ഈ പറയുന്നത്. രേണു അങ്ങനെയൊക്കെ പറയാൻ അറിയല്ലേ. അപ്പം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനൊക്കെ രേണുവിന് അറിയാം. പുരോഗമനമുണ്ട്. അല്ല, ഇന്നലെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആരാ? ഞാൻ ഇതൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടെ, ഈ ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് ഞാൻ കാണാറില്ല. നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ. ഒരു വ്ളോഗേഴ്സിൻ്റെ വീഡിയോ രേണു കാണാറില്ല. ഒരു വ്ളോഗേഴ്സിൻ്റെ. ബാക്കി പറ. കാണാറില്ല, താല്പര്യമില്ല. അതിന് വൈകിട്ട് എന്താ ചെയ്യട്ടല്ലേ? ഒരു വ്ളോഗേഴ്സിനെ കാണാറില്ല. അവർ വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ് രേണു പറയുന്നത്. രേണുവിൻ്റെ ഒരു ഉദാര മനസ്സാണ് നമ്മൾ കാണുന്നത്. പാവപ്പെട്ട വ്ളോഗേഴ്സ് എന്തും ചെയ്തോട്ടെ, ഞാൻ അവന്മാരുടെ വീഡിയോ കാണാറില്ല എന്നാണ് രേണു പറയുന്നത്. രേണു പണ്ടും ഇത് പറയുന്നു, പക്ഷേ ഇടയ്ക്ക് കാണുമായിരുന്നു. എൻ്റെ വീഡിയോയ്ക്ക് പറ്റി രേണു ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി
ഞാൻ ആരുടെ വീഡിയോ കാണാറില്ല കേട്ടോ, പക്ഷേ രേണുവിൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് ബോക്സ് ഉണ്ട്. ആ ചാറ്റ് ബോക്സിനകത്ത് രേണു ഇട്ടിരിക്കുന്ന ലിങ്കുകൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രേണുവിൻ്റെ ഷിങ്കിടികളുടെ ചാറ്റുകൾ, ഡാനി സത്യനിടയ്ക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഡാനി സത്യൻ്റെ ചാറ്റ് ലിങ്കുകൾ, മൂപ്പൻസ് വ്ലോഗ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് മൂപ്പൻസ് വ്ലോഗിൻ്റെ ലിങ്കുകൾ, റിയാലിറ്റി ബൈ ഷാരിക എന്ന് പറയുന്ന ബോധമില്ലാത്ത ലവർ ചെയ്തപ്പോഴത്തേനും ലവരുടെ വീഡിയോകൾ, അതിനുശേഷം അതുൽ വ്ലോഗ്സ് ഏതാണ്ട് ചെയ്തപ്പോൾ ആ വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി വീഡിയോ ആണ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്ന വീഡിയോ രേണു അതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അല്ല, സപ്പോർട്ട് ചെയ്ത് വീഡിയോ വന്ന മാത്രമല്ല, രേണുവിന് ബോധമില്ലാതെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ, രേണു ഈസ് എൻ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് ആ വീഡിയോ, ഇങ്ങനെ പല വീഡിയോസും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും രേണു കാണാറില്ല. രേണുവിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോയുടെ തമ്മിൽ വരുമ്പോൾ രേണു ഇങ്ങനെ കണ്ണടച്ചിട്ട് മനക്കണ്ണിൽ അത് കാണും ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് സപ്പോർട്ടാണ്, ഒരു ഗ്രൂപ്പിലോട്ട് അങ്ങ് ഷെയർ ചെയ്യും. ഇതാണ് സംഭവം, മനസ്സിലായി. അല്ലാതെ രേണു ഇതൊന്നും കാണാറൊന്നുമില്ല. രേണു ഇതൊക്കെ കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. രേണുവിൻ്റെ സ്വഭാവത്തിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് വന്നിരിക്കുകയാണ്. ഈ രേണു ഇപ്പോഴാണ് റിയാലിറ്റിയിൽ ഭൂമിയിലേക്കൊന്ന് കാല് കുത്തി നിന്നത്. ഇത്രയും നാൾ ആലമ്പനാന്ന് പറഞ്ഞിട്ട് കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം നിൽക്കുന്ന പോലെ രേണു നിന്നോട്ടിരുന്നത്. ഇപ്പോൾ രേണുവിന് കാര്യം മനസ്സിലായി. വെറുതെ ഇരിക്കുന്നവനെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ വാരിപ്പറക്കി ഉടുത്തിട്ട് പോകുന്നുള്ളത്. ഇപ്പോൾ ഒത്തിരി സഭ്യമായി സംസാരിക്കുന്നു, സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. മറ്റേ കോൺട്രവേഴ്സികൾ ചെന്ന് വീഴാതെ ഊരിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇനി ഒത്തിരി സാധനങ്ങൾ, കിച്ചുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് പതുക്കെ വരാം. ഏതായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റും.